أنعمت عليهم غير المغضوب عليهم ولا ഈ പരിപാടി അതിലെ മുഖ്യ കഥാപാത്രം ബഹുമാന്യനായ ഖലീൽ ചൊവ്വ അവരാണ്. ഏകദേശം 6 പതിറ്റാണ്ടോളം തലശ്ശേരിയുടെ സാമൂഹിക മേഖലയിൽ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു സംഘടനയാണ് തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ. സാമൂഹിക കാര്യങ്ങൾ എന്നതിലുപരി വൈജ്ഞാനിക മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം അസോസിയേഷൻ, തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ഇതപര്യന്തം നിർവഹിച്ചു വന്നിട്ടുള്ളൂ. വിശേഷിച്ചും അതിൻ്റെ ലൈബ്രറി പ്രവർത്തനം, മികച്ച ഒരു ലൈബ്രറി. അത് തുടങ്ങുന്ന കാലത്തോ ഒരു പെട്ടിപ്പലകയിലുള്ള ലൈബ്രറിയോടുകൂടിയാണ് അത് തുടങ്ങിയത്. ഇന്ന് ഏറ്റവും മികച്ച ഗ്രന്ഥങ്ങളുള്ള, എടുത്തു പറയാൻ തക്ക ലൈബ്രറി ഉള്ള അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മികച്ച ഒരു ലൈബ്രറി ആയിട്ട് അത് വിടുന്നു. പലർക്കും റെഫറൻസ് ആയിട്ട് ആ ലൈബ്രറി നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനിയും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ. അതിന് പുറമെയാണ് മാസാന്ത പരിപാടി, പ്രതിമാസ പരിപാടികൾ. പല വിഷയങ്ങളെക്കുറിച്ച്, സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളെക്കുറിച്ച്, പല ആചരണങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള പ്രതിമാസ പരിപാടികൾ നടത്തി വന്നു. അതോടൊപ്പം സമൂഹത്തിൽ പ്രശസ്തരായവരും അവരുടെ സംഭാവനകൾ കൊണ്ട് ശ്രദ്ധേയരുമായ ആളുകളെ ആദരിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടെ തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ഇതുവരെ നടത്തി വരുന്ന അവരുടെ പരിപാടികളിൽ ഒന്നാണ്. അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഒന്നായിട്ടാണ് ഇന്ന് നമ്മളിന്ന് ബഹുമാന്യനായ ഖലീൽ ചൊവ്വയെ ആദരിക്കുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്നത് ഈയിടെ ദിവംഗതനായ പി വി മുഹമ്മദ് അവരുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡ് നൽകിക്കൊണ്ടാണ്. പി വി മുഹമ്മദ് എന്ന വ്യക്തി ഒരുപക്ഷെ തലശ്ശേരിയിലെ പഴയ തലമുറക്ക് അറിയുന്ന ഒരു ഡോക്ടറുടെ സീമന്തപുത്രൻ, KM മൂസ ഡോക്ടർ. പുതിയ തലമുറക്ക് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത, ഞാൻ അദ്ദേഹത്തെ അറിയുമ്പോഴും അദ്ദേഹം ദിവംഗതനാവുന്നതൊക്കെ എൻ്റെ ബാല്യകാലത്ത് തന്നെ ആയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു തരം സാധാരണ ഡോക്ടർമാരെ മാതിരിയൊന്നുമല്ല. അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ മാത്രം ആളുകളെ നോക്കുകയും പെട്ടെന്ന് പോയി കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡോക്ടർ. പക്ഷേ നല്ല ഫലം ഉണ്ടായിരുന്ന, ചികിത്സാ ഫലം ഉണ്ടായിരുന്ന ഡോക്ടർ എന്ന നിലയിൽ അന്ന് വളരെ പ്രശസ്തനായി. തലശ്ശേരിയിലെ ആദ്യകാല ഡോക്ടർമാർ ഒരാളായിരുന്നു. അവരൊക്കെ ഡോക്ടർമാരെന്ന ആദ്യകാലത്തെ ഡോക്ടർമാരൊക്കെ അവർക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് DMNS എന്നുള്ള ഒരു ഹ്രസ്വകാല മെഡിക്കൽ പഠനം കഴിഞ്ഞതിന് ശേഷം മിലിറ്ററി സർവീസ് ചെയ്തിരുന്ന ഡോക്ടർ. പക്ഷെ അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്ന ഒരു ഡോക്ടർ മേജർ P. മമ്മു, എൻ്റെ ഉമ്മാമ്മയുടെ സഹോദരൻ,
ഒരുപക്ഷെ അദ്ദേഹം തലശ്ശേരിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ തലശ്ശേരിയിലെ ആദ്യത്തെ ഡോക്ടർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം തലശ്ശേരിയിൽ പ്രാക്ടീസ് ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് എൻ്റെ വീട് ഗർസറവള എന്നറിയുന്നത് അദ്ദേഹം അവിടെ ബർമയിൽ തന്നെയായിരുന്നു. അദ്ദേഹം മേജർ പി മമ്മു, അദ്ദേഹം മേജർ റാങ്കിലേക്ക് എത്തി. ഈ സാന്ദർഭികമായിട്ട് ആ തലത്തിലാണ് ഹുസൈൻ ഡോക്ടർ ഇവിടെ മറ്റുള്ള ചില ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യൻ മിലിറ്ററി സർവീസ്, ബ്രിട്ടീഷ് മിലിറ്ററി സർവീസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ മകൻ, മൂത്ത മകനായിരുന്നു PV മുഹമ്മദ്. അദ്ദേഹം ഔദ്യോഗികമായ ജീവിതത്തിൽ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായിരുന്നു. കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിൽ അദ്ദേഹം മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായി ജോലി നോക്കി. അതിന് പുറമെ അദ്ദേഹത്തിന്റെ അറബി, ഉറുദു, പേർഷ്യൻ ഭാഷകളിൽ വലിയ അവഗാഹമുള്ള ഒരു വ്യക്തിയാണ്. താരതമ്യേന മറ്റുള്ള ആളുകളുമായിട്ടൊന്നും അത്ര ഇടപഴകാത്തത് കൊണ്ട് തന്നിൽ തന്നെ അദ്ദേഹത്തെ സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വൈമനസ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ഇവിടെ ഈ സാമൂഹ്യ രംഗങ്ങളിൽ അദ്ദേഹത്തെ അറിഞ്ഞുകൂടായിരിക്കാം. എന്നിരുന്നാലും TMAയുടെ പ്രവർത്തനങ്ങളിൽ, ആദ്യകാല പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നു. TMAയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത് അത് തികച്ചും വൈജ്ഞാനിക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഒക്കെ പ്രശസ്തനായ ഒരാൾക്ക്, പ്രാവീണ്യം തികച്ച ഒരാൾക്ക് നൽകണമെന്ന ഉദ്ദേശത്തോടെയാണ് അവാർഡിംഗ് കമ്മിറ്റി ഖലീൽ ചൊവ്വയെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് അപരൂപരായ ഒരു മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു മഹത്തായ പ്രവൃത്തിയാണ്. വൈജ്ഞാനിക മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ ഒരു സംഭാവന. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നാട്ടുപക്ഷികളെ കുറിച്ചിട്ടുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊടുക്കുന്ന പോസ്റ്റുകൾക്ക് എപ്പോഴെങ്കിലും അദ്ദേഹം ഒരു ലൈക്കൊക്കെ ഇടണം. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈക്ക് ഞാൻ വലിയ അംഗീകാരമായിരുന്നു. ആ ലൈക്ക് ഏതിനായിരിക്കും? ഞാൻ ഏതെങ്കിലും പക്ഷിയെ കുറിച്ചുള്ള ഫോട്ടോവും വിവരവും കൊടുക്കുമ്പോഴാണ്, ഞാൻ ഏതെങ്കിലും ഒരു സസ്യത്തെ കുറിച്ച് പറയുമ്പോഴാണ്. അത് അദ്ദേഹത്തിന്റെ മേഖലയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു ലൈക്ക് കിട്ടുന്നത് ആ പോസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രമേ അദ്ദേഹം ലൈക്കുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ വിഷയം, അദ്ദേഹത്തിന്റെ മേഖലയാകുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത്. അത് എവിടെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ജാഗ്രവത്തായ, വളരെ കൃത്യമായി ആളുകളെ നോക്കിക്കാണുന്ന ഒരു. മറ്റൊരു പുസ്തകം കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പക്ഷികളെ കുറിച്ച് ഒരു മനോഹരമായ പുസ്തകമാണ്. ഈ നമ്മുടെ ക്യാമ്പസുകളൊക്കെ, നമ്മുടെ ക്യാമ്പസുകൾ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുന്നിൻ മുകളിലേക്കോ അല്ലെങ്കിൽ കാട്ടുപ്രദേശത്തേക്ക് പോകുമ്പോൾ പ്രകൃതിക്ക് ഒരുപാട് ക്ഷതങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അവിടെ മനുഷ്യർ കയറിപ്പോവുകയും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വന്യജീവികളും വന്യസസ്യങ്ങളും ഒക്കെ ഇല്ലാതായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ക്യാമ്പസ് അതുപോലെയുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് പക്ഷികൾ. ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് കുണ്ടൂർ മലയിൽ അത് ആരംഭിച്ച കാലത്ത് ഒരുപാട് വന്യമൃഗങ്ങളെ നമ്മൾ കാണാം. മുളം പന്നി, ചില പ്രത്യേകതരം പാമ്പുകൾ, ഒരുപാട് പക്ഷികൾ. ഈ പക്ഷികളെ കുറിച്ച് ഒരു പ്രദർശനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പസിലുള്ള വൃക്ഷങ്ങളൊക്കെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചതാണ്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന അവിടുത്തെ സസ്യജാലങ്ങൾ എന്തായിരുന്നു എന്ന് ആരും നോക്കിയിട്ടില്ല. ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അപൂർവമായ ഒരുപാട് സസ്യങ്ങളും മാറ്റം ഈ കുന്നുകളിലൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ക്യാമ്പസുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കുമ്പോൾ
അവിടെ ശേഷിക്കുന്ന നേരത്തെ ഉണ്ടായിരുന്ന പക്ഷികൾ എന്തായിരുന്നു, ഏതെല്ലാം പക്ഷികളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു വളരെ മനോഹരമായ ഒരു പഠനമാണ്. വളരെ വ്യത്യസ്തമായ പഠനം. മലയിൽ തന്നെ 10-25ഓളം വ്യത്യസ്തമായ പക്ഷികൾ ഉണ്ടായിരുന്നു. അതുപോലെ ക്യാമ്പസിലുള്ള പ്രണയത്തെ കുറിച്ച് പറയാറുണ്ട്, ക്യാമ്പസിലെ പെൺകുട്ടികളെ കുറിച്ച് എഴുതാറുണ്ട്. പക്ഷേ ഇദ്ദേഹം എഴുതിയത് ക്യാമ്പസിലെ പക്ഷികളെ കുറിച്ച്. മനോഹരമായ ഒരു പഠനമാണ്. സസ്യ വൈവിധ്യങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ മലബാറിലെ കണ്ടൽ കാടുകളുടെ സേവന മൂല്യങ്ങളെ കുറിച്ച്, അത് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അത് സാമൂഹിക ഈ പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക മണ്ഡലത്തിൽ അന്തർദേശീയ അന്താരാഷ്ട്ര ലെവലിലുള്ള പല സെമിനാറുകളിലും പല ചർച്ചകളിലും ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളിൽ ഒരാളായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിലുള്ള സേവനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഞാൻ വീണ്ടും പറയുന്നത്, അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഇത്തരം മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ. ഈ തുടർ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ അന്താരാഷ്ട്ര രംഗത്തേക്ക് എത്തുന്നത്, അദ്ദേഹത്തെ നമ്മുടെ ജില്ലയെ അന്താരാഷ്ട്ര രംഗത്തേക്ക് എത്തുന്നത്, നമ്മുടെ ഒരു പ്രത്യേക വൈവിധ്യ മേഖലകളെ പരിചയപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം നമ്മുടെ ഒരു കോസ്റ്റൽ ഗാർഡിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയിൽ അദ്ദേഹമുണ്ട്. ഗവൺമെന്റ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് ഈ നമ്മൾ പ്രകൃതിയെ കയ്യേറുകയും കണ്ടൽക്കാടുകളെ ഇല്ലാതാക്കുകയും സസ്യജാലങ്ങളോട് നമ്മൾ വിരോധം കാണിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, നിരന്തരമായ പ്രവർത്തനം, ഇതിന്റെ മൂല്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിലേക്കാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തെ ഒരു വലിയ പ്രോളിഫിക് റൈറ്റർ ഒന്നുമല്ല അദ്ദേഹം, എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും എഴുതുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ, അദ്ദേഹത്തിന് അവഗാഹമുള്ള വിഷയത്തിലാണ്. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞങ്ങൾ ബ്രണ്ണൻ കോളേജിൽ ഒരു ശാസ്ത്ര സെമിനാർ നടത്തുകയാണ്. ആ ശാസ്ത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥ്. അദ്ദേഹം വഴിതെറ്റി രാഷ്ട്രീയത്തിലേക്ക് പോയതാണ്. കാരണം അദ്ദേഹം നല്ല പ്രൊഫസറാണ്. ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും അദ്ദേഹം ക്ലാസ്സാണ്. അതുപോലത്തെ അന്നത്തെ ദിവസം ഉദ്ഘാടന പ്രസംഗം അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ തുറക്കുക, ഇന്ന സൈറ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് രാവിലെ പ്രകൃതി സംരക്ഷണവുമായിട്ട്, പ്രകൃതി എങ്ങനെ നമുക്ക് ഇല്ലാതായി പോകുന്നു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ വണ്ടിയിൽ വരുമ്പോൾ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഞാനൊരു ലേഖനം വായിക്കുകയുണ്ട്. ആ ലേഖനം നിങ്ങൾ എല്ലാവരും വായിക്കണം. ഇന്ന് നമ്മുടെ പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചും അതിൻ്റെ മറ്റുള്ള ഘടകങ്ങളെ കുറിച്ചും എഴുതിയിട്ടുള്ള ഒരു ലേഖനം. രാവിലെ ആ പുസ്തകം ലേഖനം വായിച്ചു. ലേഖനം വായിക്കുകയും ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും, ഞാൻ മുമ്പിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ രവീന്ദ്രനാഥനോട് പറഞ്ഞു, സാർ ഇതല്ലേ ലേഖനം? അതെ അതെ, ഖലീൽ ചൗബയുടെ ലേഖനം. ഖലീൽ ചൗബയുടെ ലേഖനം ഒരു ശാസ്ത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ വിഷയത്തിലേക്ക് വരാൻ വേണ്ടി അന്ന് രാവിലെ വായിക്കുന്ന പത്രത്തിൽ വന്നുവിടുന്ന ഒരു ലേഖനം മുൻ മന്ത്രി, ഫിസിക്സ് ശാസ്ത്ര പ്രൊഫസറായിരുന്ന ഒരാൾ, അദ്ദേഹം വളരെ ഗൗരവപൂർവ്വം അത് വായിക്കുകയും ആ വായിച്ച കാര്യം മറ്റുള്ളവരിലേക്ക് നൽകുകയും ചെയ്യുന്ന
അത്ര ഗൗരവമായ തരത്തിൽ വിഷയത്തെ കൈകാര്യം ചെയ്യാവുന്ന ഒരാളാണ്. നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ബഹുമാനമല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം നമുക്ക് ഏവർക്കും വേണ്ടപ്പെട്ട ഒരാൾ. ഈ ശാസ്ത്ര ലോകത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മാത്രമല്ല, അത് ഒരു നല്ലൊരു മോട്ടിവേറ്ററാണ്. മോട്ടിവേറ്റിംഗ്, ഞങ്ങൾ 1-2 മീറ്റിങ്ങുകൾക്ക് വിളിച്ചു കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ കുട്ടികൾ. ഈ ഹിംസെൽഫ് ഈസ് സെൽഫ് മോട്ടിവേറ്റ്, സ്വയം മോട്ടിവേറ്റ് ചെയ്ത് വലിയ ആളായ ആളാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. തീർച്ചയായിട്ടും ആ രംഗങ്ങളെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് അറിയാം നമ്മുടെ ഈ സമുദായത്തിൻ്റെ പിന്നാക്ക അവസ്ഥ, വിദ്യാർത്ഥികളുടെ പലതരത്തിലുള്ള അവസ്ഥകൾ ഒരു അധ്യാപകൻ എന്ന നിലയിലും പ്രിൻസിപ്പാൾ എന്ന നിലയിലുമൊക്കെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരുപാട് കാര്യം. ഞങ്ങളുടെ ഒരു പ്രകൃതി എൻവയൺമെന്റൽ ഒരു സെമിനാറിന് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹത്തെ ക്ഷണിച്ചത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹമാണ് ഒരു പ്രധാന വിഷയം. അദ്ദേഹം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ എൻവയൺമെന്റൽ സ്റ്റഡീസിനെ കുറിച്ച്. അപ്പൊ എവിടെയും ഒരു പാരിസ്ഥിതികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സെമിനാറുകളിലായിരുന്നാലും ചർച്ച ചെയ്യുന്ന രംഗങ്ങളിലായിരിക്കും അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാൾ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഒരു ബയോഡാറ്റ തന്നെ വളരെ ദീർഘമായൊരു ബയോഡാറ്റ ഉണ്ട്. അതിന് പുറമെ ചെറിയ ഇതിൽ തന്നെ അദ്ദേഹം കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, നേരത്തെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ മാംഗ്രോവ് അഫോറസ്റ്റേഷൻ, കടൽക്കാടുകളുടെ അതിൻ്റെ ഒരു അസോസിയേഷൻ, ചെന്നൈയിലുള്ള അസോസിയേഷൻ്റെ കൺസൾട്ടൻ്റ് ആണ്. അവരെ നാഷണൽ കൗൺസിൽ ഫോർ ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ മെമ്പറാണ്, GC മെമ്പറാണ്. ഡിസ്ട്രിക്ട് യൂത്ത് ഇന്നോവേറ്റീവ് പ്രോഗ്രാം, ഗവൺമെൻറ് ഓഫ് കേരള, അതായത് യുവജനങ്ങളെ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്ന അതിൻ്റെ ഡിസ്ട്രിക്ട് മെമ്പറാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. അദ്ദേഹം പ്രിൻസിപ്പളായി പിരിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഗവൺമെൻറ് കൊടുത്തൊരു ജോലിയാണ്. 2016 മുതൽ 2020 വരെ 4 വർഷം സർ സൈൻസ് കോളേജിലെ പ്രിൻസിപ്പളാണെന്നുള്ള അറിയാം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയൺമെന്റൽ സയൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ കോഴ്സ് ഡയറക്ടർ ആയിരുന്നു. അതുപോലെ UGC എയ്ഡഡ് കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം റിസർച്ച് ഗൈഡ് ആയിരുന്നത് എന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം നടത്തി, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, അവരുടെ കൂടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, പുതിയ പുതിയ ലേഖനങ്ങൾ, അതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ചെന്നൈയിൽ നിന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പേരിലുള്ളൊരു നാഷണൽ അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. മറ്റത് ഈ അടുത്തായിട്ട് മഹാകവി P. കുഞ്ഞിരാമൻ സ്മാരക കമ്മിറ്റിയുടെ താമരത്തോടി എന്ന അവാർഡ് ശാസ്ത്ര വിഷയത്തിന്, അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര വിധേയത്തിന്, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിനാണ്, അത് ശാസ്ത്ര സംബന്ധമായ ഒരു പുസ്തകത്തിനാണ് താമരത്തോടി അവാർഡ് നൽകിയത്. അദ്ദേഹത്തിൻ്റെതായ 4 പുസ്തകങ്ങൾ, ഈ 4 പുസ്തകങ്ങൾ പക്ഷികളെക്കുറിച്ചാണ്. പക്ഷികളെക്കുറിച്ചുള്ള 4 പുസ്തകങ്ങൾ, മെഡിസിനൽ പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള പുസ്തകം. അതുപോലെ തന്നെ ഇതൊക്കെ ഇന്റർനാഷണൽ ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഇന്റർനാഷണൽ ജേർണലിലൊക്കെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. അതായത് നമ്മളിവിടെ അറിയുന്ന ഒരു പ്രിൻസിപ്പാളോ ഒരു പ്രൊഫസറോ അല്ല ലോക രംഗത്ത്, ശാസ്ത്രജ്ഞനാണ്, അംഗീകരിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേപ്പർ
ഒരുപാട് കാര്യങ്ങൾ. ജപ്പാനിൽ പോയിട്ടുണ്ട്, കുവൈറ്റിൽ, മലേഷ്യയിൽ, തായ്വാനിൽ, മൊറീഷ്യസിൽ, പാരീസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. രാംസാർ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജലാശയങ്ങളെ കുറിച്ചിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടനയാണ്. ജലാശയങ്ങളെ കുറിച്ച് നമ്മൾ അവയർനെസ് ഉണ്ടാക്കുന്ന, അതിനെക്കുറിച്ച് എടുക്കുന്ന കാര്യങ്ങൾ. രാംസാർ ഇതിലേക്ക് അദ്ദേഹം വളരെ പല തരത്തിൽ അദ്ദേഹം ഇവിടെ സ്വിറ്റ്സർലാൻഡിലുമൊക്കെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് ആ തരത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരു തരത്തിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നല്ലൊരു സുഹൃത്താണ്. പലപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്, പല കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. എപ്പോഴും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുകയും പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ഒരാളെങ്കിൽ ഈ അവാർഡ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ പേപ്പർ കട്ടിങ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിട്ടും. കാരണം എൻ്റെ സന്തോഷം അറിയിക്കാനാണ്. വളരെ ആപ്റ്റായിട്ടുള്ള വ്യക്തി, അതിന് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ വൈജ്ഞാനിക മേഖലയിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന, വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുസ്ലിം അസോസിയേഷൻ അദ്ദേഹം ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ സദസ്സിനെ പരിചയപ്പെടുത്ത ഒരു തൃപ്തി എനിക്കുണ്ടായി എന്നത് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. നന്ദി. ഇതോടൊപ്പം EMA എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് അസുഖം കാരണം വീട്ടിൽ വിശ്രമത്തിലാണ്. നിങ്ങളോടൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുവാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും നൽകുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഇടവേള ഗസ്റ്റ് വന്നാൽ നമുക്ക് പരിപാടി നോക്കണം. ഭഗവത്ഗീതയുടെ പേര് കൂടിയാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ വളരെ ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള, വ്യക്തിപരമായി വളരെയേറെ നിരീക്ഷണ പാഠമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പേപ്പറുകളൊക്കെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മളൊന്നും ചെയ്യാത്ത ഒരു മേഖലയിലേക്കാണ് അദ്ദേഹം നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്നത് 1.1% ഭൂമിശാസ്ത്രപരമാണ്. പക്ഷെ ഇന്ത്യയിലെ ആകെയുള്ള സ്പീഷ്യസിന്റെ 25%, ജൈവ വൈവിധ്യ സമ്പത്തിന്റെ 25% കേരളത്തിലാണ്. അത്രമേൽ സമൃദ്ധമായ ഒരു ഭൂമിയിൽ നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, വ്യതിരക്തമായി ഒരു പുതിയ മേഖലയിലേക്ക് ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ ഡോക്ടർ കരീം സാധിച്ചു. അതുകൊണ്ടാണ് തലശ്ശേരി മുസ്ലിം അസോസിയേഷനെ പോലുള്ള ഒരു അസോസിയേഷൻ തലശ്ശേരിയുടെ മുഖമുദ്രയായിട്ടുള്ള, തലശ്ശേരിയുടെ ചലനാത്മകതയുടെ പ്രതീകമായിട്ടുള്ള ഒരു സംഘത്തിന്, ഒരു സാർത്ഥ വാഹക സംഘത്തിന് അദ്ദേഹത്തെ അഭിവാദനം ചെയ്യാൻ വേണ്ടി സാധിച്ചു. പലപ്പോഴും പ്രകൃതി അവഗണിക്കുകയാണ്. നമുക്ക് ഒരു ദിവസം 5.75 ലിറ്റർ ഓക്സിജൻ വേണം ഒരു ദിവസം നമുക്ക് ശ്വസിക്കാൻ. ഇത് നമുക്ക് കിട്ടുന്നത് തൊട്ടടുത്ത നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമ്മുടെ ജൈവ വൈവിധ്യ സമ്പത്തിൽ നിന്നാണ്. പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട്, ഒരു 10 സെന്റ് സ്ഥലം ഒരാൾ വാങ്ങിയാൽ ആ 10 സെന്റ് സ്ഥലവും വെട്ടി നിരത്തി അവിടെയുള്ള മുഴുവൻ ജൈവ സമ്പത്തിനെയും തകർക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ ചില പള്ളികളിലൊക്കെ തന്നെ പള്ളി കമ്മിറ്റിക്കാർ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള കബറിടത്തിലുള്ള ഈ ചെറിയ മരങ്ങളൊക്കെ പിന്നെ കുരിശു മരുന്ന്, പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഡോക്ടർ കരീം ഷോയാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ പിന്നെ ഈ ജൈവ സമ്പത്തില്ലെങ്കിൽ ഇപ്പം ചൈനയിലും ജപ്പാനിലൊക്കെ തന്നെ അവർ പറയുന്നത് ചെറിയ മഴക്കാടുകൾ അവരുടെ വീടിനോട് തൊട്ട് ചേർന്ന് ചെറിയ ചെറിയ മഴക്കാടുകളൊക്കെ ഉണ്ടാക്കി അവർ രാവിലെ അവരിൽ നിന്ന് അവിടെ പോയി ഇരുന്ന് ഊർജം കരസ്ഥമാക്കിയിട്ടാണ് അവർ പലപ്പോഴും അവരുടെ ജോലിക്കൊക്കെ പോകാറുള്ളത്. നമ്മളാണെങ്കിലും നമ്മൾ വീട്ടിൻ്റെ അടുത്തേക്ക് വരെ വണ്ടി ഓടിക്കും. അതിൽ ഒരു 400 മീറ്റർ ഒരു വണ്ടി ഓടിയ ഒരു 500 ഗ്രാം കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാവും. ഈ കാർബൺ മോണോക്സൈഡാണ് നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു പഠനം കേരളത്തിൽ വന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് ക്യാൻസർ കൂടിയത് 3.5%. ഇപ്പം എന്താണെന്ന് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു നിരന്തരമായി പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടിരുന്ന ഡയോക്സിൻ ഉണ്ടാവും, ഫ്യൂറാൻ ഉണ്ടാവും, ഇങ്ങനെയുള്ള വാതകങ്ങളൊക്കെ അവർ ശരീരത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രകൃതി എന്നത് നമ്മുടെ ജീവശ്വാസം പോലെ നമ്മൾ എന്താണ് കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഭവമാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ ഒരു വലിയ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. തീർച്ചയായും ചടങ്ങ് വളരെ സൗലഭ്യമുള്ള ചടങ്ങാണ്. ചടങ്ങ് നമ്മൾ കുറച്ച് വൈകിയെങ്കിലും അതിൻ്റെ ഹാരിസ് ബീരാൻ MP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ നിയമങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആ നിയമങ്ങളിൽ നിന്നും സുപ്രീം കോടതി അടക്കമുള്ള വ്യവഹാര സ്ഥാപനങ്ങളിൽ നിന്നും നമുക്കൊരു നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രതീക്ഷയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അവാർഡ് വിതരണം ചെയ്യുന്നത്. തീർച്ചയായും ഈ ചടങ്ങ് സമ്പൂർണ്ണമാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവാർഡ് ജേതാവിനെ ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രതികൂല സാഹചര്യത്തിൽ റെഡ് അലർട്ടിൽ പോലും ഒരു വൈറ്റ് അലർട്ടാക്കി മാറ്റിയതിൽ പ്രത്യേകിച്ച് ഒരു നീണ്ട സ്വാഗത പ്രസംഗത്തിനൊന്നും സ്കോപ്പില്ല. കാരണം ബഹുമാനായ MP തിരിച്ച് 5:10 ട്രെയിൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. ഹാരിസ് ബീരാൻ സാഹിബിനെ കുറിച്ച് ജസ്റ്റ് ഒരു വാക്ക്. മൈനോറിറ്റി ഇന്ത്യൻ മുസ്ലിംസിന് ബോത്ത് ലെജിസ്ലേച്ചറിലും അതേപോലെ ജുഡീഷ്യറിയിലും ശക്തമായ പ്രാതിനിധ്യം ഇന്ത്യൻ മൈനോറിറ്റിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ഇന്ന് ഇവിടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. മുസ്ലിം അസോസിയേഷൻ. രണ്ടാമത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഖലീൽ ചുബ സർ, സർ കോളേജിലെ പ്രിൻസിപ്പൽ, ഇന്ന് ഈ അവാർഡ് PM മുഹമ്മദ് അവാർഡ് ഏറ്റുവാങ്ങിയാണ്. ഇവിടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർ, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം K. ലത്തീഫ് സാഹിബ് ഇവിടെ ഉണ്ട്. പിന്നെ AP സുബൈർ, പ്രൊഫസർ AP സുബൈർ, MB മുഹമ്മദ് സലീം, AK ഇബ്രാഹിം. ഇതിനെല്ലാം ഉപരി ഇത്രയും ഒരു ഓഡ് വെതറിൽ ഇവിടെ എത്തിക്കൂടിയ ഇതിൻ്റെ ഇവിടെയുള്ള അതേ ടീം തന്നെ ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അവിടെ വലിയൊരു ജാഥയിലായിട്ടാണ് സ്റ്റേഷനിൽ ഇങ്ങോട്ടേക്ക് ആനയിച്ചത്. അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നെന്നാണ് പ്രതീക്ഷ. ഒന്ന് കൈ
കൈകളിക്ക് വേണ്ടി വരാനുള്ള ഷാള് PMA പ്രഷറും COP പ്രഷറും വിശിഷ്ട നമ്മുടെ മുൻ പ്രസിഡന്റും വിധാനത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി കൊടുക്കാം. പ്ലീസ് ചെറിയ സംസാരിക്കുന്ന CKP രഹീസ് സാഹിബ്, ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന ഏറ്റവും ബഹുമാനായ ഡോക്ടർ KM കരീം ചൊവ്വ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനും സഹപ്രവർത്തകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് TP സാജിദ് സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ് പ്രിയപ്പെട്ട ലത്തീഫ് വക്കീൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രൊഫസർ സുബൈർ സാഹിബ്, നബീസ് സലീം, മുഹമ്മദ് സലീം സാഹിബ്, ഇബ്രാഹിം സാഹിബ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തലശ്ശേരിയിലേക്ക് വരിക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് മാത്രമല്ല. വരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ സാജിദ് വക്കീൽ പറഞ്ഞത്
നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് 1-2 കുടുംബങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഭക്ഷണത്തിലേക്ക് കയറും. അപ്പൊ ഭക്ഷണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സംഗതി ആയത് കാരണം തന്നെ അത് തള്ളാൻ പറ്റില്ല. ഇന്ന് രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു, ഭക്ഷണം എങ്കിൽ കഴിക്കാനുള്ള സമയം എനിക്ക് പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തലശ്ശേരി മുസ്ലിം അസോസിയേഷന്റെ പരിപാടികളിൽ ഒരു സ്ഥിരം ക്ഷണിതാവാണ് ഞാൻ. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ ഹോളിൽ വെച്ചിട്ട് തന്നെ പൗരത്വത്തിന്റെ വിഷയത്തിലൊക്കെ സംസാരിക്കാൻ നിങ്ങളടുത്ത് വന്നു. അതിന് മുമ്പ് ഒരു പരിപാടിക്ക് എനിക്ക് വരാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി. അപ്പോ ഒരു മെമ്പർ അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു തലശ്ശേരിക്കാരൻ അല്ലെങ്കിൽ പോലും, ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്പറുമാണ്, ഒരു തലശ്ശേരിക്കാരനുമാണ്. തലശ്ശേരിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ കുടുംബം ചെറിയ രീതിയിൽ ഒരു തലശ്ശേരി പേരുള്ള കുടുംബം എന്നുള്ളത് മാത്രമേ എനിക്ക് തലശ്ശേരിയുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ പോലും അതിനേക്കാളുപരി എൻ്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ തലശ്ശേരി മുസ്ലിം അസോസിയേഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് തലശ്ശേരിയിൽ വരാനുള്ള ഭാഗ്യം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഖലീൽ സാഹിബിന് ഈ അവാർഡ് കിട്ടുന്നതിനുള്ള സന്തോഷം പങ്കുവെക്കുന്നതിനാണ്. സർ സയ്യിദ് കോളേജിലെ പ്രിൻസിപ്പൽ എന്നതിലുപരി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി പരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രാദേശിക സംഘടനയാണ് എങ്കിൽ പോലും അതിന് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കളക്റ്റീവ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന പുരോഗതിയിലേക്ക് വലിയ രീതിയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തെ കയ്യും പിടിച്ച് മുന്നിലേക്ക് ആക്കുന്നതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള നവോത്ഥാനം. ആ നവോത്ഥാനത്തിൽ തീർച്ചയായിട്ടും TMA പോലത്തെ ഒരു അസോസിയേഷന് ഉള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ വലിയ പങ്കാണ്. നമുക്കറിയാം, ഇതെല്ലാം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, അത്ര വലിയ ഒരു കാലങ്ങൾക്ക് മുമ്പല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇരുട്ടും അന്ധകാരവും മാത്രം പടർന്നുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ്, ഒരു മേഖലയാണ് മലബാർ മേഖല എന്ന് പറയുന്നത്. ഇരുട്ടും അന്ധകാരവും എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കറിയാം, 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിഭജനം, ആ വിഭജനത്തിന്റെ ഭാരം ഏറെക്കുറെ തോളിലേറ്റേണ്ടി വന്ന ഒരു സമുദായത്തിന്റെ അംഗങ്ങളാണ് നാം എല്ലാവരും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള സമുദായം. അതിന്റെ ആ വിഭജനത്തിന്റെ മുറിപ്പാടുകളെല്ലാം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ അന്ന് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു ചങ്കൂറ്റം കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓരോ മുസൽമാനും അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം വേണമെന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ട് മുന്നിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ ഈ മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം ഉത്തരേന്ത്യയിലും പോയി, തെക്കേ ഇന്ത്യയിലും വന്നു. ഉത്തരേന്ത്യക്കാർ അദ്ദേഹത്തെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇനിയൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം ഉത്തരേന്ത്യക്കാർ നിരസിച്ചു. അവർക്കൊന്നും അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അവിടെ അതിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉത്തരേന്ത്യ മൊത്തത്തിലുള്ള ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എല്ലാം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംഘടനകളെല്ലാം തയ്യാറായി. അപ്പൊ ഒരു കാലത്ത് ഒരു കാരണവശാലും
പെൺകുട്ടികളെ കോളേജിലേക്കോ സ്കൂളുകളിലേക്കോ വിടില്ല എന്ന് ശഠിച്ച ഒരു സമൂഹം പിൽക്കാലത്ത് അതിനു വേണ്ടിയിട്ട് ഈ സംഘടനകളും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും ഉണ്ടായതോട് കൂടിയിട്ട് വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതിലൂടെ ആ സമൂഹം എങ്ങനെയാണ് ഉയർന്നു വന്നതെന്നുള്ളത് നമുക്ക് ചരിത്രമാണ്. ജാർഖണ്ഡിൽ ജംതാര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ഞാൻ പോയി. ഒരു തിങ്കളാഴ്ച ഉച്ചക്ക് 12 മണിക്കാണ് പരിപാടി. ഒരു ഗ്രാമത്തിലെ മൊത്തം ആളുകളുണ്ട് അവിടെ. പക്ഷെ മൊത്തം ആളുകളുടെ കൂടെ അവിടുത്തെ ചെറിയ ചെറിയ കുട്ടികളുമുണ്ട്. അത് 5 വയസ്സ് തൊട്ട് 20 വയസ്സായിട്ട് വരെയുള്ള കുട്ടികളും യുവാക്കളും എല്ലാം ഉണ്ട്. അപ്പൊ അവരടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോകാത്തത്? അപ്പൊ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 40-50 കിലോമീറ്റർ അകലെയാണ് സ്കൂൾ. അപ്പൊ അതിന് പോകാനുള്ള സൗകര്യമൊന്നും ഇവിടുത്തെ ആളുകൾക്കില്ല. മാത്രമല്ല, ഒരു 10 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുട്ടികളെ പുറത്തേക്ക് വിട്ടിട്ട് ഒരു 50 രൂപയോ 100 രൂപയോ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ അത്രയും മെച്ചമെന്നുള്ള ഒരു പോളിസിയാണ് അവിടുത്തെ കുടുംബങ്ങളിൽ. അപ്പൊ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ യു പിയിലെല്ലാം മദ്രസ എന്ന് വിളിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, അന്യമതസ്ഥരും വന്ന് പഠിക്കുന്നത് ഈ പറയുന്ന മദ്രസകളിലാണ് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കിട്ടുന്നത്. അതായത് ഖുറാനിക വിദ്യാഭ്യാസത്തിന് ഉപരിയായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന മേഖലകളായിട്ട് ഈ മദ്രസകളെല്ലാം വരുന്നത്. അപ്പൊ ഇപ്പോഴും അവിടെ അപ്രാപ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഇവിടെ നേതാക്കന്മാരുണ്ടായി, നമുക്ക് സംഘടനകളുണ്ടായി, നമുക്ക് സ്ഥാപനങ്ങളുണ്ടായി. ഇതിന്റെ എല്ലാം പ്രതിഫലനം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ സമൂഹം എത്രത്തോളം മുന്നിലേക്ക് പോയി എന്നുള്ളതാണ്. ഞാൻ ചരിത്രം വായിച്ചപ്പോ 1909 അന്നത്തെ മലബാർ കളക്ടർ ആയിരുന്ന ഒരു ഫ്രാൻസിസ് കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന് ഒരു ഫയൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുമസ്തനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, മാപ്പിളമാരെടുത്ത് പറയുക, ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, മലയാളത്തിൽ എഴുതി തരാൻ പറയുക എന്ന്. അപ്പൊ ഈ പ്യൂൺ പോയിട്ട്, അത് കോഴിക്കോട് അങ്ങാടിയിലെ ഒരു കയറ്റുമതി സ്ഥാപനത്തിന്റെ ഒരു ഫയലാണ് അദ്ദേഹം നോക്കിയിരുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഹർജിയിൽ ഉണ്ടായ അക്ഷരപെശകോ അല്ലെങ്കിൽ തെറ്റുകളോ ആയിരിക്കും അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ പ്യൂൺ ഈ പറയുന്ന കമ്പനിയുടെ ഗുമസ്തന്റെ അടുത്ത് പറഞ്ഞു. ഗുമസ്തൻ പോയി മുതലാളിയുടെ അടുത്ത് പറഞ്ഞു. മുതലാളിക്ക് വലിയ വിഷമമായി. ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഹിമായത്തുൽ ഇസ്ലാം സഭയുടെ ഒരു ഡയറക്ടർ ആയിരുന്നു ആ മുതലാളി എന്ന് പറയുന്നത്. അദ്ദേഹം സഭയുടെ അടുത്ത യോഗത്തിന് തന്നെ ഈ വിഷയം വെച്ചു. നമ്മളുടെ സമുദായത്തിന് എന്തുകൊണ്ട് ആംഗലേയ ഭാഷ പഠനം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തലിലാണ് കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കോഴിക്കോട് ഹിമായത്തുൽ സഭയുടെ തുടങ്ങിയത് അന്നത്തെ കാലത്ത്. അങ്ങനെ ഓരോ സംഘടനയും അവരുടേതായിട്ടുള്ള പാദമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. ടി.പി. കുട്ടിയാമു സാഹിബ് തുടങ്ങി വെച്ച, ചീഫ് എഞ്ചിനീയർ ആയിരുന്ന കുട്ടിയാമു സാഹിബ് തുടങ്ങി വെച്ച ഈ സംഘടന എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, പക്ഷെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഇവിടുത്തെ ലൈബ്രറിയിൽ ഏകദേശം 6000-ഓളം പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇവിടുത്തെ എല്ലാ സംഘടനകളുമായിട്ടുള്ള ഇവരുടെ ബന്ധവും സാഹോദര്യവും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും അതേപോലെ തന്നെ വലിയ പ്രസിദ്ധമാണ്, ചരിത്ര പ്രസിദ്ധമാണ്. കൊടുങ്ങല്ലൂരുണ്ട് ഇങ്ങനത്തെ ഒരു സംഘടന, ഫ്രൈഡേ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ചെറിയ ഒരു കൂട്ടായ്മകളാണെങ്കിൽ പോലും, കളക്റ്റീവുകളാണെങ്കിൽ പോലും, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഉപകാരം അതിനകത്ത് കിട്ടുമെന്ന് യാതൊരു സംശയവുമില്ല.
ഇപ്പൊ ഈ ചൂടേറിയ വിഷയങ്ങൾ വരുമ്പോ, അന്ന് ഞാൻ പൗരത്വത്തിന് വന്നെന്ന് പറഞ്ഞു, അങ്ങനത്തെ ചൂടേറിയ വിഷയങ്ങൾ വരുമ്പോൾ ഇതുപോലത്തെ സെമിനാറുകളെല്ലാം വെച്ചിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. കാരണം ജനങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള ശരിയായിട്ടുള്ള വിവരങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമുക്കറിയാം, നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളിൽ എത്രമാത്രം ശരിയാണ്, എത്രമാത്രം തെറ്റാണെന്നുള്ളത്. ഇപ്പൊ വഖഫ് സംബന്ധമായിട്ടുള്ള വിഷയം വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വഖഫ് ബോർഡിന് വേണമെങ്കിൽ നിങ്ങളുടെ വീടോ നിങ്ങളുടെ കച്ചവട സ്ഥാപനമോ ഒരു വിജ്ഞാപനത്തിലൂടെ അത് വഖഫ് സ്വത്താക്കി മാറ്റാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇവിടെ സുരക്ഷിതരല്ല, ആരുടെ വസ്തുവും സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ അങ്ങ് അടിച്ചുവിടുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതര സമുദായക്കാർ അതിനകത്ത് വലിയ രീതിയിൽ ഒരു ആശങ്കപ്പെടും. അപ്പൊ അങ്ങനത്തെ ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ സ്വകാര്യ സ്വത്താണ്. ആ സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണം മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് അന്യന്റെ ഒരു സ്വത്ത് കയറി കഴിഞ്ഞ സ്വത്ത് നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പോലും അത് വഖഫ് സ്വത്തായി മാറുന്നില്ല. അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വത്ത് ആ സ്വത്തിന്റെ സംരക്ഷണമാണ്. ആ സ്വത്ത് ഒരുപാട് കൈമാറിപ്പോയി, കൈവശം വന്ന് കൈമാറിപ്പോയി എന്നുള്ളതാണ്, കയ്യേറ്റം വന്നു പോയി എന്നുള്ളതാണ് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതല്ല. 1970 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും എഴുതിയിരിക്കുന്ന ഒരു കത്തുണ്ട്. സച്ചാർ കമ്മിറ്റിയുടെ ആ റെക്കമെൻഡേഷന്റെ കൂടെ അനക്ഷരായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അന്നത്തെ പ്രധാനമന്ത്രി പറയുകയാണ്, എല്ലാ സംസ്ഥാനങ്ങളോട് എഴുതിയിരിക്കുന്ന കത്താണ്. ഒരുപാട് വഖഫ് ഭൂമികൾ സംസ്ഥാന സർക്കാരുകൾ കൈയേറ്റം വെച്ചിട്ടുണ്ട്. ഈ കൈയേറ്റം വെച്ചിരിക്കുന്ന ഭൂമിയെല്ലാം വഖഫ് ബോർഡുകൾക്ക് തിരിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഭൂമിയാണെങ്കിൽ അതിന്റെ മൂല്യം കണക്കാക്കി ആ മൂല്യം വഖഫ് ബോർഡിലേക്ക് അടക്കുക എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കൈയേറ്റം 1970 തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനകത്താണ് നാം ആലോചിക്കേണ്ടത്. ഈ പറയുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളാണ് പിന്നീട് വഖഫ് നിയമങ്ങളിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന നിയമം എന്താണ്? ഇപ്പോ ഉള്ള വഖഫ് സ്വത്തുകൾ എങ്ങനെയെങ്കിലും പിടിച്ചു പറിച്ചു കൊണ്ടുപോയി അത് കേന്ദ്ര സർക്കാരിന്റെ സ്വത്തുക്കളാക്കി മാറ്റാനുള്ള ശ്രമം. പക്ഷെ പറയുന്ന നരേറ്റീവ് എന്താണ്? പറഞ്ഞുവിടുന്ന കാര്യങ്ങൾ എന്താണ്? ഏതൊരു സ്വകാര്യ വ്യക്തിയുടെയും സ്വത്ത് ഒരു വിജ്ഞാപനത്തിലൂടെ മാത്രം വഖഫ് ബോർഡിന് വേണമെങ്കിൽ വഖഫ് സ്വത്തുക്കളാക്കി മാറ്റാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്ന് പേടിച്ചു പോകും. എല്ലാവരും പറയും, അതെ, ഈ വഖഫ് എന്ന് പറയുന്ന ഒരു കിരാതമായിട്ടുള്ള സംഗതിയാണ്, അതുകൊണ്ട് ഈ പുതിയ നിയമം വരുന്നത് വളരെ അത്യാവശ്യമാണ്. ഞാനിപ്പോൾ എറണാകുളം നിവാസിയാണ്. മുനമ്പം എന്ന് പറയുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുനമ്പത്തെ വിഷയത്തിലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് മുസ്ലിം സംഘടനകൾ എടുത്തതാണ്. മുനമ്പത്ത് അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതെല്ലാം കോടതിയുടെ മുമ്പിലാണ്. കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്നുള്ളതാണ് മുസ്ലിം സംഘടനകൾ എടുത്തൊരു തീരുമാനം. അപ്പൊ അങ്ങനെ തീരുമാനം എടുത്താൽ പോലും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, പുതിയ നിയമത്തിലൂടെ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ആ പറയുന്ന പാവപ്പെട്ട സമൂഹത്തെ ചതിയിൽപ്പെടുത്തി അവരെ ആ രീതിയിലുള്ള വിശ്വാസം ആർജിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അതിനുശേഷം ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച മന്ത്രി തന്നെ വന്ന് പറയേണ്ടി വന്നു, ഈ പുതിയ നിയമവും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മുനമ്പംകാർക്ക് വേണമെങ്കിൽ കോടതിയിൽ തന്നെ പോയിട്ട് പരിഹാരം കാണേണ്ടി വരുമെന്ന്. അപ്പൊ ഓരോ കാര്യവും ഇങ്ങനെയാണ്. നമ്മളിപ്പോ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എങ്ങനെയെങ്കിലും ഈ സമുദായത്തെ ഇകഴ്ത്തി കാണിച്ച് ഇതിനെ ടാർഗറ്റ് ചെയ്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു നയപരിപാടിയായിട്ടാണ് ഇവിടെ സർക്കാരുകളുടെയും നിയമങ്ങളുടെയും എല്ലാം പോകുന്നത്. പൗരത്വ നിയമത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പൗരത്വ നിയമത്തിൽ എന്താ പ്രശ്നം? അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന നിയമത്തിൽ നമുക്ക് ആർക്കും പ്രശ്നമില്ല, നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തതാണ്. പക്ഷെ അവര് അഭയാർത്ഥികളായിട്ട് കണ്ടില്ല.
അഭയാർത്ഥികളെ ഒരു ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും സിഖ് അഭയാർത്ഥിയായിട്ടും അങ്ങനെ 6 മതങ്ങളിൽ അഭയാർത്ഥിയായിട്ട് കണ്ടു. മുസ്ലിം അഭയാർത്ഥികൾക്ക് മാത്രം കൊടുത്തില്ല. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നിയമത്തിൽ ഒരു പ്രശ്നവുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഹൈന്ദവ അഭയാർത്ഥി, സിഖ് അഭയാർത്ഥി എന്നുള്ള മതങ്ങളുടെ പേര് നിങ്ങളാണ് മാറ്റുക. അഭയാർത്ഥി എന്ന് മാത്രം എടുക്കുക. ഇവിടെയുള്ള എല്ലാ അഭയാർത്ഥികൾക്കും അതിന്റെ ഗുണം കിട്ടട്ടെ, അവർക്ക് പൗരത്വം കിട്ടട്ടെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ 6 മതങ്ങളുടെ കൂടെ മുസ്ലിം എന്നുള്ള പേരും കൂടി എഴുതി ചേർക്കുക. വളരെ സിമ്പിളാണ്. ഒരു നിയമം മതത്തിന്റെ മാനദണ്ഡമാക്കി ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മതേതരത്വ രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് അത് ഇന്ത്യയിൽ നടക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊരു സംഗതിയാണ്. അപ്പൊ ഈ ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള നിയമം. ഈ വഖഫ് നിയമത്തിൽ തന്നെ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വഖഫിന്റെ സംഗതികളെല്ലാം ഓൺലൈൻ പോർട്ടലിൽ, അവർ പറയുന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ, 6 മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ മുത്തവല്ലി ജയിലിൽ പോകുമെന്നുള്ളതാണ് അതിന്റെ കോൺസിക്വൻസ്. അപ്പൊ ഓൺലൈനിൽ നിങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്പൊ പിന്നെ മുത്തവല്ലിക്ക് ജയിലിൽ പോകാം. എല്ലാവർക്കും ജയിലാണ്. മുത്തലാഖിന്റെ വിഷയത്തിൽ പോലും മുത്തലാഖ് അസാധുവാണെന്ന് പറയുന്ന നിയമമാണ്. പക്ഷെ മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസാധുവായ മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവ് ജയിലിൽ പോകും. ഇതെല്ലാം ഒരു മതത്തിന് വേണ്ടി മാത്രം കിട്ടുന്ന കുറച്ച് നല്ല കാര്യങ്ങളായിട്ടാണ് സർക്കാർ തോന്നുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയും ചെയ്തു, ഇപ്പോ ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ സിഖ് ഗുരുദ്വാരകളും എല്ലാം ഉണ്ട്. അവരെ എല്ലാം ഭരിക്കുന്നതും അവരുടെ ക്ഷേത്രത്തിന്റെ മാനേജ്മെന്റിലെല്ലാം നടത്തുന്നത് അതത് സമുദായക്കാരാണ്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ വിശ്വാസി അള്ളാഹുലേക്ക് സമർപ്പിച്ച സ്വത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുസ്ലിങ്ങളെ നിറച്ചുകൊണ്ടുള്ള ഒരു ബോർഡിനെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിപ്പോ നമ്മളിവിടെ ജീവിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശം കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നതും മതപരമായിട്ടുള്ള നമ്മളുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം വരെ നമുക്ക് മൗലികാവകാശമാണ്. അപ്പൊ ഈ മൗലികാവകാശങ്ങളെല്ലാം ധ്വംസിച്ചുകൊണ്ടുള്ള ഈ നിയമങ്ങൾ, അപ്പൊ ഈ നിയമങ്ങൾക്കെതിരെയുള്ള അവബോധം, കാരണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതര സമുദായക്കാർ, സഹോദര സമുദായങ്ങളെല്ലാം വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കും. കേന്ദ്ര സർക്കാർ പറയുന്ന ഈ രീതിയിലുള്ള ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടും. അത് നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടേതായിട്ട് നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളിൽ ഒരു തരി പോലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാൽ മറ്റുള്ള സമുദായങ്ങളുടെ അവകാശങ്ങൾ ഒരു തരി നമുക്ക് കാർന്ന് തിന്നുകയും വേണ്ട. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അവകാശ പോരാട്ടങ്ങളെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ. ഈ അവകാശ പോരാട്ടങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള ഈ പോരാട്ടങ്ങളും നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന നമ്മുടെ കയ്യിലുള്ള ഊന്നുവടിയാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് ബീഫ് കടത്തിയെന്ന് പറഞ്ഞ് ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് 3-4 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവര് മട്ടന്റെ ഫാക്ടറിയിൽ നിന്ന് മട്ടൻ എടുത്തിട്ട് അവരുടെ ട്രക്കല്ല ചെറിയ ജീപ്പില് അതത് ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പണിയുടെ ഇടയിലാണ് ഇത് ബീഫാണെന്നും പറഞ്ഞ് അവരെ തടഞ്ഞ് മർദ്ദിച്ച് ഏകദേശം മൃതപ്രായരാക്കിയത്. അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന്റെ പേരിൽ ബുൾഡോസറുകൾ ചിലപ്പോൾ അവരുടെ വീട് ചെന്ന് തകർക്കും, അവരുടെ സ്ഥാപനങ്ങൾ ചെന്ന് തകർക്കും. അപ്പൊ ഇങ്ങനെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. പ്രതികരിക്കാനുള്ള ഒരു ശേഷി എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. ആ പ്രതികരിക്കാനുള്ള ശേഷി അറിയണമെങ്കിൽ ആദ്യം തന്നെ അവിടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നിലാണെന്ന് കാണിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനുള്ള പ്രതിവിധി എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വയം ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംഘടനകൾ ഇപ്പോ ഉത്തരേന്ത്യയിൽ പോയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു മാതൃകാ പ്രസ്ഥാനമാണ്. TMA എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മാതൃകാ പ്രസ്ഥാനമാണ്. എന്താണ് ഈ സമൂഹത്തിന് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ അറിവിന്റെ ബോധ്യത്തിൽ വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് TMA കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമുക്കിവിടെ അവാർഡ് കൊടുക്കാൻ അവാർഡിന് അർഹനായ ബഹുമാനപ്പെട്ട ഖലീൽ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാം അഭിമാനമാണ് സർ സയ്യദ് കോളേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അലിഗഡ് പോലത്തെ ഒരു സർവകലാശാലയുടെ പോലെ തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ ആയി മാറിയ സർ സയ്യദ് കോളേജ് നമ്മളെല്ലാം അഭിമാനകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഖലീൽ സാഹിബ് എന്ന് പറയുന്നത് വെറും അധ്യാപകൻ മാത്രമല്ല. ഇപ്പോ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം. പരിസ്ഥിതി നാശം കൊണ്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. UPA ഭരിക്കുന്ന സമയത്ത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒരു വക്കീൽ എന്ന നിലയിൽ എനിക്കറിയാം എന്തെല്ലാമാണ് സംഭവിച്ചേക്കുന്നുള്ളത്. ജയറാം രമേശ് എന്ന മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹം വലിയ രീതിയിൽ പരിസ്ഥിതി അനുകൂലിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു. അപ്പൊ വലിയ പ്രോജക്റ്റുകളുടെ ക്ലിയറൻസിന് വേണ്ടി വരുമ്പോ അദ്ദേഹം അണുമണി കൂടാണ്ട് എല്ലാ ക്ലിയറൻസിനും ശേഷം മാത്രമേ എത്ര വലിയ പ്രോജക്റ്റോ എത്ര വലിയ കോടീശ്വരനോ ആണെങ്കിൽ പോലും ആ പ്രോജക്റ്റിന് ക്ലിയറൻസ് നൽകുകയുള്ളൂ. പക്ഷെ അതിനുശേഷം വന്നൊരു മന്ത്രി, UPA സമയത്ത് തന്നെ വന്ന ഒരു മന്ത്രി ഈ പറയുന്ന കാര്യത്തിലെല്ലാം വലിയ രീതിയിൽ ഇളവുകൾ കൊടുത്തിട്ട് പരിസ്ഥിതി ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു മന്ത്രി ആ ഒരു മന്ത്രിയെ ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ആ മന്ത്രി ചെയ്തെന്നുള്ളതാണ്. മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലും ഭീകരമായിട്ടാണ് പുതിയ NDA സർക്കാർ വന്നതിന് ശേഷമുള്ള നിയമങ്ങളിലുള്ള മാറ്റം തന്നെ. പണ്ട് വലിയ പ്രോജക്റ്റിന് മുമ്പ് ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റിയുടെ ക്ലിയറൻസ്, FACയുടെ ക്ലിയറൻസ് വേണമായിരുന്നു. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന് അനുസരിച്ചിട്ട് എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണമായിരുന്നു. അതിലെല്ലാം വളരെ ലഘൂകരിച്ചെന്ന് പറയാം, വാട്ടർ ഡൗൺ നമ്മൾ പറയണ പോലെ ലഘൂകരിച്ചുകൊണ്ട് ഇപ്പൊ എത്ര വലിയ പ്രോജക്റ്റ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ സ്റ്റോക്കും കൊണ്ട് ആ പ്രോജക്റ്റ് എല്ലാം ആയി എന്നുള്ളത്. അതിനകത്ത് പരിസ്ഥിതിയുടെ ആഘാതം എന്താണെന്ന് പഠിക്കുന്ന എൻവയോൺമെന്റൽ റിപ്പോർട്ട് വരെ വേണ്ടാത്ത രീതിയിലേക്കുള്ള സംഗതികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ വികസനം മാത്രം മതി, പ്രോജക്റ്റ് മാത്രം മതി, വേറെ പരിസ്ഥിതിക്ക് എന്ത് കോട്ടം വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത്. അതിന്റെ തെളിവുകളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മഴക്കാലത്തും നമ്മുടെ ചങ്ക് കടന്ന് പിഴയുകയാണ്. ഇന്ന് എവിടെയായിരിക്കും പ്രശ്നം വരുന്നത് എന്നുള്ളത്. നമ്മൾ ചൂരൽമലയൊക്കെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ സംഗതി പോലെയാണ്. ഓരോ സമയത്തും കഴിഞ്ഞ വർഷം ചൂരൽമലയാണെങ്കിൽ അതിനു മുമ്പ് കവളപ്പാറയുണ്ടായിരുന്നു. ഏത് മലയോര മേഖലയിലും ഇപ്പൊ എല്ലാവർക്കും ഒരു പേടിയാണ്. ഈ കോറിയിങ് ആയിക്കോട്ടെ, അങ്ങനെ എന്തായിക്കോട്ടെ, പരിസ്ഥിതിയെ കടന്ന് ഈ പറഞ്ഞതുപോലെ ചെയ്യുന്ന വിപത്തുകൾ എന്ന് പറഞ്ഞു, വലിയ രീതിയിലുള്ള വിപത്തുകൾ. അപ്പൊ അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഖലീൽ സാറിനെ പോലത്തെ ആളുകൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നമ്മളുടെ ഭാവി തലമുറക്ക് ഇവിടെ ജീവിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള സംഗതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ്. എന്തായാലും ഈ അവാർഡ് കിട്ടിയ ഖലീൽ സാറിനെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഇവിടെ വന്ന് ഈ പരിപാടിക്ക് നിർത്തേണ്ട സിഗ്നൽ 2 ആഴ്ചയായിട്ട് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ട്രെയിൻ കണ്ണൂർ വിട്ടെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചാലും 2 വാക്ക് പറയാൻ സാധിച്ചാലും എന്തായാലും എൻ്റെ അടുത്ത് 10 മിനിറ്റ് പറഞ്ഞാൽ പറഞ്ഞെങ്കിലും ഞാൻ 20-25 മിനിറ്റ് ഞാൻ പറഞ്ഞു. സാധിച്ചതിലുമുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഔപചാരികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ UV
TP Sajid, Mr. Shahul Amin, Mr. TP Hashim, Advocate K. Latif, Advocate ഏറെ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം പോലെയുള്ള ഒരു സംഘടന. തലശ്ശേരി DMAക്ക് സ്വന്തമായി കെട്ടിടവും ലൈബ്രറിയും ഉണ്ട് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയോ വർഷങ്ങളായി കുട്ടിയാമു സാഹിബിന്റെ കാലം മുതൽ ഈ DMA ഇവിടെ പ്രവർത്തിക്കുന്നു. അതുമൂലം ധാരാളം ആളുകൾക്ക് അവരുടെ അക്കാദമിക രംഗത്ത് മികവ് നേടുവാൻ വേണ്ടിയുള്ള തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു, അതിനുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തികച്ചും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ആ DMAയുടെ ഭാരവാഹികളുടെ മനസ്സിൽ എന്നെ ഈ ഒരു അവാർഡിൽ തിരഞ്ഞെടുക്കാൻ ജഗന്നിയൻ ധാവ് നൽകിയിട്ടുള്ള ആ ഒരു സന്ദേശം, അത് ഞാൻ പടച്ചവനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. എത്രമാത്രം അതിന് കഴിവുള്ളവരാണ് ഞാനെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ തലശ്ശേരിയുടെ മണ്ണിൽ വെച്ച് ഇത്തരത്തിലൊരു അവാർഡ് വാങ്ങുമ്പോൾ ശരിക്കും ഉൾപ്പുളകം അണിയുന്നു എന്ന് പറയുന്നതിന് സമാനമായ ഒരു വികാരമാണ് എനിക്കുണ്ടാകുന്നത്. കാരണം തലശ്ശേരി എന്നത് സാംസ്കാരിക രംഗത്ത് വളരെയധികം പ്രശസ്തി നേടിയ സ്ഥലമാണ്. ധാരാളം നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രസംഗിച്ചവരൊന്നും സ്പർശിച്ചിട്ടില്ലാത്ത ചില പേരുകളുണ്ട്. ബഡേക്കണ്ടി പോക്കർ സാഹിബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തലശ്ശേരിയിലുണ്ടായിരുന്നു. ബി പോക്കർ, ബഡേക്കണ്ടി പറയുമ്പ എന്നവരുടെ മകനാണ് ബി പോക്കർ സാഹിബ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാര് സാഹിബ് ബഹദൂർ എന്ന് പറയുന്ന അംഗീകാരം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. സാഹിബ് ബഹദൂർ. അങ്ങനെയാണ് പോക്കർ സാഹിബ് എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത്. തലശ്ശേരിയിൽ നിന്നും മദ്രാസിലേക്ക് പോവുകയും അവിടെ നിന്ന് ഞാനൊരു 15 മിനിറ്റ് എടുക്കും എന്തായാലും. അവിടെ നിന്നും മദ്രാസിലെ ലോ കോളേജിൽ വെച്ച് പഠിക്കുകയും അഡ്വക്കേറ്റ് ആവുകയും അവിടെ തന്നെ പരിശീലനം നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ സമയത്താണ് സുലൈമാൻ സാഹിബ്, ഇസ്മായിൽ സാഹിബ്, സീതി സാഹിബ്, ഇസ്മായിൽ സാഹിബ്, ഉപ്പി സാഹിബ് തുടങ്ങിയ ആളുകളായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ, അങ്ങനെ ഒരു മുസ്ലിം പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ അറിയേണ്ടത്, അദ്ദേഹം 2 പ്രാവശ്യം MP ആയിട്ടുണ്ട്. പക്ഷേ തലശ്ശേരി വെച്ചല്ല, മലപ്പുറത്ത് വെച്ചാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. 1952 1957 അദ്ദേഹം വിവിധ കമ്മിറ്റികളിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ച കൂട്ടത്തിൽ പോക്കർ സാഹിബിന്റെ ഒപ്പ് കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്കും വിശിഷ്ടനായിട്ട് ഒരു വ്യക്തി പിറന്നിട്ടുള്ള ഒരു നാടാണ് തലശ്ശേരി. അതുപോലെ തന്നെ മറ്റൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശിഷ്ടയായിട്ടുള്ള ഒരു വ്യക്തി കൂടി ഇവിടെ തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു. ജാനകി അമ്മാൾ എന്ന അവരുടെ പേര്. ഇവരൊക്കെ 1890-കളിലൊക്കെ ജനിച്ചവരാണ്. ജാനകി അമ്മാൾ മരിച്ച 1985-ലാണ്. പോക്കർ സാഹിബ് 1964-ലാണ് മരിക്കുന്നത്. ജാനകി അമ്മാൾ ഇവിടെ വരെ എത്തിയെന്ന് പറഞ്ഞാൽ മിച്ചിഗൺ യൂണിവേഴ്സിറ്റിയിൽ വരെ പ്രൊഫസറായിട്ട് പോകേണ്ടി വന്നു. അവർ സൈറ്റോജെനറ്റിക്സ് എന്ന് പറയുന്ന മേഖലയിലാണ് അവരുടെ ഗവേഷണം. വഴുതിനിങ്ങയിലും ഷുഗർ കെയിനിലും അവര് ഗവേഷണം നടത്തി. അതിന്റെ റിസൾട്ടുകളെല്ലാം വളരെ വളരെ മികച്ചതായിരുന്നു, ആഗോള പ്രശസ്തി നേടിയതായിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് പത്മശ്രീ കൊടുക്കുകയുണ്ടായി ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്ന നാടാണ് തലശ്ശേരി. അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈലു ബാപ്പു എന്ന് പറയുന്ന ഒരു വലിയ പരിസ്ഥിതി, ഒരു എന്താ പറയാ, അറ്റ്മോസ്ഫിയറിക് സയൻസിന്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന്റെ, അന്തരീക്ഷ പഠനത്തിന്റെ ഒരു വലിയ സയന്റിസ്റ്റും തലശ്ശേരിയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു, വൈലു ബാപ്പു. നമ്മളത് കേട്ടിട്ടുണ്ടാവില്ല പലരും. അവര് ഇവിടെ നിന്നും മദ്രാസിലേക്ക് പോയി, പിന്നീട് വിദേശത്തേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് പിന്നീടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കോമറ്റ്, അതായത് ധൂമകേതു എന്ന് പറയുന്ന ആ കോമറ്റുകളെ കുറിച്ചുള്ള പഠനത്തിൽ, പുതിയ കോമറ്റുകളെ കണ്ടെത്തുന്നതിൽ പ്രശസ്തനായ വ്യക്തിയാണ് വൈലു ബാപ്പു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ കീലേരി കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള സർക്കസിന്റെ മേധാവികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ധാരാളം ആളുകൾ, പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് തീർക്കാൻ പറ്റാത്ത കുറെ ആളുകൾ. രാഷ്ട്രീയ രംഗത്ത് CKP ചെറിയ മുഖ്യ സാഹിബിനെ പോലെയുള്ള ആളുകൾ, വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഒരു തലശ്ശേരിയുടെ മണ്ണിൽ വെച്ച് ഞാനിത് ഇവിടെ സ്വീകരിക്കുന്നതിന്റെ സന്തോഷമാണ് നിങ്ങളെ അറിയിച്ചത്. അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ എന്നേക്കാൾ പ്രാഗൽഭ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവാം, പക്ഷേ പടച്ചവനെന്തോ ഇങ്ങനെ തോന്നിച്ചിരിക്കുന്നു. അതിൽ ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് വളരെ ചുരുക്കി ഞാൻ വിവരിക്കാം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. രണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഒന്ന് റസൂലിന്റെ തന്നെ സന്ദേശം, ഒരു വചനം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. രണ്ടാമത്തേത് മൻ ജദ്ദ വജദ. ഈ രണ്ട് കാര്യങ്ങളാണ്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ എന്താവണം എന്നുള്ള ഉദ്ദേശം തുടക്കത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചു വെക്കണം. അത് നിസ്കരിക്കുന്നതിന് മാത്രമല്ല, ഉസല്ലി എന്ന് പറയുന്നിടത്ത് മാത്രമല്ല, അല്ലെങ്കിൽ നോക്കുമ്പോൾ നവൈത്തു എന്ന് പറയുന്നിടത്ത് മാത്രമല്ല, എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് എന്റെ താല്പര്യം, എന്താണ് എന്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിൽ കരുപ്പിടിപ്പിച്ചു വെക്കണം. ഗോൾ സെറ്റിംഗ് എന്ന് അതിന് പറയാം. അത് നമ്മളെപ്പോഴും ആ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഖുർആനിലെ വാക്യങ്ങളും ഇത് സംബന്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നമ്മുടെ കുട്ടികൾക്ക് അതിന് പരിശീലനം കൊടുക്കണം. എന്താവണം എന്നുള്ള കാര്യം നേരത്തെ നിശ്ചയിക്കാൻ കഴിയണം. രണ്ടാമത്തേത് മൻ ജദ്ദ വജദ. ആരെങ്കിലും ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ വജദ, അവൻ അത് എത്തിക്കുക തന്നെയും അവൻ അതിന്റെ ഫലം കാണുക തന്നെ ചെയ്യും. റസൂൽ പറയുമ്പോൾ അത് തെറ്റുകയില്ല. പരിശ്രമിച്ചാൽ അതിന്റെ ഫലം നമ്മൾ കണ്ടെത്തും. അങ്ങനെ പരിശ്രമിക്കാം. ഇത്തരത്തിൽ ഒരു കോളേജ് അധ്യാപകനാകണം എന്നുള്ളത് എന്റെ ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിന് കാരണം എന്റെ വീട്ടിന്റെ താഴെ ചൊവ്വയിലാണ് എന്റെ വീട്. എനിക്ക് തലശ്ശേരിയുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം എന്റെ പിതാവ് ഈ തലശ്ശേരിക്കാരനാണ് എന്നുള്ളതാണ്. എന്റെ പിതാവിന്റെ പേര് ചോണോൻ മൂസക്കുട്ടി ഹാജി എന്നാണ്. അദ്ദേഹം ഈ തലശ്ശേരിക്കാരനാണ്. അതുകൊണ്ട് എന്റെ പകുതി ഈ തലശ്ശേരിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തില് ഓരോ കോശത്തിന്റെയും 46 ക്രോമസോമുകൾ ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഈ 46-ല് 23 ഉമ്മയുടെയും 23 ഉപ്പയുടെയായിരിക്കും. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ആ സ്വഭാവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പകുതി ഞാൻ തലശ്ശേരിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചെറുപ്പത്തിൽ ഞാൻ എന്റെ വീട്ടിൽ താഴിച്ചൂരിലെ വീട്ടിൽ, എന്റെ വീട്ടിന് മുമ്പിൽ എന്റെ അമ്മാവന്റെ ഒരു ചായക്കട, അവിടെ രാവിലെ പോയിട്ട് പത്രം വായിക്കും. ഇന്നത്തെ കുട്ടികൾക്ക് പത്രം വായിക്കുന്ന സ്വഭാവമില്ല. അത് നമ്മൾ ദയവായിട്ട് നിങ്ങൾ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കണം. വെറും മൊബൈലിൽ തോണ്ടുക എന്നല്ലാതെ വേറെ ഒരു സ്വഭാവം ഇല്ലാതെ നമ്മൾ കൊണ്ടുവരണം. ഈ പത്രത്തിന് വേണ്ടി മാത്രമായിട്ട് കിടക്കുമ്പോൾ ഒരു ചായ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ദിവസവും രാവിലെ അവിടെ പോയിരിക്കും. ആ സമയത്ത് കോളേജിലെ പിന്നെ നമ്മുടെ SN കോളേജിന്റെ താഴെയാണ് ഈ താഴിച്ചൊവ്വ എന്ന് പറയുന്നത്. അത് കയറിപ്പോയി. അപ്പൊ ഒരുവിധ ആളെല്ലാം താഴിച്ചൊവ്വയിൽ കയറിയിട്ട് SN കോളേജ് എരുമക്കുടി വഴി കയറിയിട്ടാണ് SN കോളേജിലേക്ക് പോകുന്നത്. ആ സമയത്ത് അധ്യാപകർ വന്നിട്ട് അവിടെ ചായ കുടിക്കും. രാവിലെ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ അധ്യാപകർ. അപ്പൊ അവരെ കാണുമ്പോൾ എന്റെ അമ്മാവന് ഭയങ്കര ബഹുമാനമാണ്. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കിയിട്ട് അകത്ത് വെച്ച് അതാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, ഒരു കോളേജ് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയാണ്, എനിക്കും അങ്ങനെ ആകണം എന്ന് എന്റെ മനസ്സിലൊരു തോന്നി. അപ്പൊ അതാണ്. അപ്പൊ 10ാം ക്ലാസ് ആയപ്പോ ഒരു കോളേജിലെ ഒരു പ്രൊഫസർ തന്നെ, SN കോളേജിലെ ഒരു പ്രൊഫസറോട് എന്റെ അമ്മ പറഞ്ഞു, 10ാം ക്ലാസ് പാസ്സായിട്ട് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. അതിന് പറഞ്ഞ് ഈ കോളേജ് കൊടുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തരാം എന്നിട്ട് അദ്ദേഹമാണ് അപേക്ഷ പൂരിപ്പിച്ചിട്ട് SN കോളേജ് കൊടുത്തിട്ട് എനിക്ക് അപേക്ഷയ്ക്ക് പ്രവേശനമൊക്കെ കിട്ടുന്നത്. പക്ഷെ എനിക്ക് ചിത്രം വരയിൽ താല്പര്യമുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ബയോളജിയിലേക്ക് പോകാൻ കഴിഞ്ഞു. കാരണം എനിക്ക് കിട്ടിയ കോമേഴ്സ് ആയിരുന്നു. കോമേഴ്സ് എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം. എനിക്ക് മാത്തമാറ്റിക്സിൽ എപ്പോഴും ഞാൻ മോശക്കാരനായിരുന്നു. അപ്പോഴേ ഞാൻ അന്നത്തെ പ്രിൻസിപ്പാൾ, സാധാരണ കുട്ടികളൊന്നും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു. പ്രിൻസിപ്പാളുടെ റൂമിൽ ധൈര്യപൂർവ്വം ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കോമേഴ്സ് ആണ് കിട്ടിയത്, എനിക്ക് ആഗ്രഹം സെക്കൻഡ് ഗ്രൂപ്പ് ആണ്, ഡോക്ടറാവാനല്ല, എനിക്ക് ചിത്രം വരക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ബയോളജിയാണ് എനിക്ക് കിട്ടിയത്. എങ്കിലൊരു കാര്യം ചെയ്യൂ, താൻ വരച്ച ചിത്രങ്ങൾ കൊണ്ടുപോകാന്ന് പറയും. പിറ്റേന്ന് ചിത്രങ്ങൾ കൊണ്ടുകൊടുത്തു. ആ പ്രിൻസിപ്പാൾ പിറ്റേ ദിവസം തന്നെ എന്നെ ബയോളജിയിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഈ ബയോളജിയിലേക്ക് ഞാൻ കയറിയത്. എനിക്ക് ഓരോ നിമിത്തങ്ങളാണ്. രാമേന്ദ്രൻ സാറ് സുവോളജി പ്രൊഫസർ. അവിടെ നിന്ന് ഞാൻ അങ്ങനെ വളർന്നു വരികയാണ്. അപ്പൊ പിന്നെ എന്റെ ഫാദറിന് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടാവണം എന്ന് വലിയ താല്പര്യം. മൂപ്പര് കത്തിങ്ങനെ ഉപയോഗിക്കുന്ന കത്തയക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകം പറയും ഡോക്ടറേറ്റ് എടുക്കാൻ. ആ ഒരു ഇൻസ്പിരേഷൻ, ഫാദർ തന്നിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞു. PGക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. അപ്പോൾ ആ അലിഗഡ് യൂണിവേഴ്സിറ്റിയോ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് സത്യത്തിൽ
ഇങ്ങനെയൊന്നും ആവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതിന് സർ സയ്യിദ് അഹമ്മദ് ഖാനെ നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തെ നമ്മളെപ്പോഴും സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് അലിഗഡിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞു. പിന്നെ PhD എടുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നാണ്. ചതുരപ്പയർ എന്ന് പറയുന്ന ഒരു ചെടിയിലാണ് അത് PhD എടുത്തത്. കാരണം അന്ന് അമേരിക്കയിലുള്ള നാഷണൽ സയൻസ് അക്കാദമി പറഞ്ഞു ഒരു ചതുരപ്പയർ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതിൽ ഭയങ്കര പ്രോട്ടീനാണെന്ന് പറയും. ഇപ്പോഴുള്ള സോയാബീനേക്കാളും പ്രോട്ടീൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനായിട്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കത്തയക്കുകയാണ്. പല സർവകലാശാലയ്ക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല കത്ത് വന്ന സമയത്താണ് എൻ്റെ അവിടെ എത്തുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അതിനെ ലഭിക്കുകയും ആ പഠനം നടത്തുകയും അതിൽ പ്രോട്ടീൻ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ അത് കുട്ടികൾക്ക് ചില ദ്വീപുകളിലെ കുട്ടികൾക്ക് അത് ഭക്ഷണ വസ്തുവായിട്ട് കൊടുക്കണം എന്നുള്ളതിനൊക്കെ അപ്പം അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുകയും അവിടെയാണ് എൻ്റെ PhD ഉണ്ടായത്. അതിനുശേഷം പിന്നെ എനിക്ക് ഓരോ രംഗത്ത് എത്താൻ കഴിയുന്നതല്ല ഈ ചെറുപ്പത്തിലുള്ള മോട്ടിവേഷനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഞാൻ ഗവൺമെന്റ് സിറ്റി ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ കുറേ പേര് സിറ്റി ഹൈസ്കൂൾ പഠിച്ചവരോടെ ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു. തലശ്ശേരിയിൽ കുറേ സിറ്റി ഹൈസ്കൂൾ പഠിച്ചത് പഠിപ്പിച്ച് ഇല്ല. നമ്മളിപ്പോ അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കിപ്പോൾ അവാർഡ് തരുന്നത് ആരുടെ പേരിലാണ്? ബഹുമാനപ്പെട്ട MV മഹമ്മൂദ് സാഹിബിന്റെ പേരിലാണ്. ആ മഹമ്മൂദ് സാഹിബ് സിറ്റി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ മുമ്പേ, വളരെ മുമ്പ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, സിറ്റി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് സിറ്റി ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള എനിക്ക് കിട്ടുക എന്ന് പറയുന്നതിൽ ഒരു വലിയ നിമിത്തമാണ്. അതിനിടയാക്കി അള്ളാഹുവിനെ ഞാൻ പ്രത്യേകിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ മായിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു. ഒരു അധ്യാപകൻ എങ്ങനെയാണ് വിദ്യാർത്ഥിയെ ഒരു നല്ല നിലയിലേക്ക്, നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള തെളിവാണ് ഞാൻ പറയുന്നത്. അദ്ദേഹമാണ് എന്നിൽ ശാസ്ത്രബോധം ഉണ്ടാക്കി, ശാസ്ത്രത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി. അദ്ദേഹം തലശ്ശേരിക്കാൻ, അത് ഞാൻ പറയും, അദ്ദേഹം തലശ്ശേരിക്കാനാണ്. തലശ്ശേരി KE ഫാമിലിയിൽ വരുന്ന ആളാണ് മായൻകുട്ടി മാഷ്. അപ്പോ അദ്ദേഹം എന്നെ എല്ലാത്തിനെയും കൺവീനറാക്കും, എനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും. ആദ്യമായിട്ട് ഒരു ചെടിയുടെ പേര് അദ്ദേഹമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഈ തൊട്ടാവഴി എടുത്തിട്ട് ഇതിന്റെ പേരറിയാമോ? ഇതിന് 2 നാമം ഉണ്ടാവും, ലാറ്റിൻ നെയിംസ് ആണത്. അത് ഒന്ന് മൈമോസയാണ്, മറ്റേത് പ്യൂഡിക്കയാണ്. അപ്പൊ മൈമോസ പ്യൂഡിക്ക എന്നാണ് തൊട്ടാവഴിയുടെ പേര് എന്ന് പഠിപ്പിച്ചത്. അവസാനം അതുപോലെ ഒരു നാമം എന്റെ പേരിലും ഉണ്ടായി എന്നുള്ളത് സർവശക്തന്റെ. നേരത്തെ സുബേഷ് സാറ് പറഞ്ഞതുപോലെ അത് എനിക്കിടാൻ പറ്റൂല, ഞാൻ കണ്ടുപിടിച്ച ഒരു ചെടിക്ക് എന്റെ പേരിടാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമം. ഞാൻ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച ചെടിക്ക് അവർക്ക് എന്നോട് ബഹുമാനം തോന്നി വേണമെങ്കിൽ. അപ്പൊ എന്റെ MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിലുള്ള, ചെന്നൈയിലുള്ള MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിലുള്ള ഒരു 4 ശാസ്ത്രകാരന്മാര് ആകസ്മികമായാണ് മാതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ചെടി കണ്ടെത്തുന്നത്. അവർ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതുവരെ എവിടെയും ഇങ്ങനെ ഒരു ചെടി ഉള്ളതായിട്ട് അറിയില്ല. അപ്പൊ വിദേശത്ത് ക്യൂ ഗാർഡനിൽ 7ാം ക്ലാസ്സിലങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് അഹമ്മദ് സാഹിബ് നമ്മുടെ സിറ്റി സ്കൂളിലേക്ക് വന്നു. MS സാഹിബിന്റെ തട്ടകമാണ് അവിടെ. അദ്ദേഹം ഇങ്ങനെ നല്ല പ്രാസംഗികയാണല്ലോ, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം നമ്മുടെ ചെറിയ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ മാസം യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയിരുന്നു അമേരിക്കയിൽ. അപ്പൊ അതെന്റെ തലയിൽ തറച്ചു, യുണൈറ്റഡ് നേഷൻസ്. എന്നിട്ട് അവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു, അത് നമ്മള് അവിശ്വസനീയമാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്കിപ്പോ വളരെ പരിചിതമാണ്. അദ്ദേഹം അത് പറയുന്ന സമയത്ത് നമുക്ക് അത്ഭുതമായിരുന്നു. എന്താണ്, ഒരു പെട്ടിയുണ്ട് അവിടെ, റേഡിയോ പോലെ ഒരു പെട്ടി, അതിന് മുമ്പിൽ ഗ്ലാസ് ആയിരിക്കും, അതിൽ എവിടെയല്ലോ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേരിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് അറിയില്ല. ഇത് 1970 കഥയാണ് ഞാൻ പറയുന്നത്. 1970 നമുക്കിതൊന്നും അറിയില്ല. നമുക്ക് അത് TV ആണ് എന്നും ആ TV എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് 1982, 83 കാലം ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന ആ സമയത്താണ്. ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. വെറുതെ ഒരു പേര് കണ്ടിട്ട് വിളിക്കുന്നതല്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ആ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെ വിളിക്കുക. എല്ലാവരെയും അങ്ങനെ വിളിക്കുകയില്ല. അങ്ങനെ കിട്ടി എന്നുള്ളത് രസകരമാണ്. അപ്പൊ ഈ തരത്തിലെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കീഴിൽ PhD നേടിയ 9ഓളം കുട്ടികൾ ഇപ്പൊ വിവിധ സ്ഥാപനങ്ങളിൽ നല്ല നല്ല ജോലികൾ ചെയ്യുന്നുണ്ട്. MPhil നേടിയവരുണ്ട്. അതിൽ ഒരു അഡ്വക്കേറ്റും ഉണ്ട്. KL അബ്ദുൽ സലാം എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിന്റെ കീഴിൽ MPhil നേടിയിട്ടുണ്ട് കണ്ണൂരിലുള്ള. അപ്പോ ഇങ്ങനെ ഉള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇനിയും ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഇപ്പൊ ഞാനൊരു പുസ്തകത്തിന്റെ രചനയിൽ അത് 3/4 ഭാഗം കഴിഞ്ഞു. ഞാൻ തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോ, ഞാൻ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഇങ്ങനെ വെറ്റ്ലാൻഡൊക്കെ കറങ്ങും. വലിയ ക്യാമറ ഒക്കെ ഉണ്ട്, അതിൽ ഫോട്ടോസ് ഒക്കെ എടുക്കും.
അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം തയ്യാറായി വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വളരെ വേഗം തന്നെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഏതായാലും നിങ്ങൾ തന്ന ഈ സ്നേഹോഷ്മളമായിട്ടുള്ള ഈ ഒരു സ്വീകരണത്തിൽ എങ്ങനെയാണ് എനിക്ക് മറുപടി പറയേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. സർവശക്തൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ദ്വാരത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിക്ക് മറ്റൊരു പ്രഗത്ഭൻ്റെ പേരിലുള്ള അവാർഡ് അത് നൽകിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ച് ഉയരുന്ന താരം ഈ സഹായം ധന്യമാക്കിയ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതുപോലെ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി പറഞ്ഞു.